നമസ്കാരം. ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഉപഭോക്താക്കൾക്കായി നിരവധി ഇൻഷുറൻസ് പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വാർഷിക പ്രീമിയമായി 355 രൂപയും 555 രൂപയും 755 രൂപയും മുടക്കിയാൽ 5, 10, 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭ്യമാകുന്ന പോളിസികളാണ് ഇവയോരോന്നും. ഈ പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കാൻ നമ്മളോടൊപ്പം ഇപ്പോൾ കോട്ടയം പോസ്റ്റൽ ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് ശ്രീ ആർ രാഹുൽ ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സർ, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഇൻഷുറൻസ് പദ്ധതികളെ ഒന്ന് പരിചയപ്പെടുത്തുമോ? 355 രൂപയുടെയും 555-ൻ്റെയും 755-ൻ്റെയും ഓരോ പോളിസിക്കും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉപഭോക്താക്കൾക്ക് കിട്ടുക? ആരൊക്കെയായിട്ടാണ് നമുക്ക് ഈ ഇൻഷുറൻസ് കമ്പനികളുമായിട്ടാണ് നമുക്ക് ഈ ടൈപ്പ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുമോ? തീർച്ചയായും. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൻ്റെ തന്നെ 100% ഓണർഷിപ്പിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് പേയ്മെൻറ്റ് ബാങ്കാണ്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് കസ്റ്റമേഴ്സിന് വേണ്ടി പല ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് നൽകുന്നുണ്ട്. അപ്പോൾ സേവിങ്സിലായാലും ഇൻഷുറൻസിലായാലും അങ്ങനെയല്ല. അപ്പോൾ ഇൻഷുറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പോൾ മെയിൻ 3 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ്, സെക്കൻഡ് വെഹിക്കിൾ ഇൻഷുറൻസ്, തേർഡ് എന്ന് പറയുന്നത് ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ആക്സിഡൻ്റൽ ഗാർഡ് എന്ന് പറയുന്ന GAGയുടെ പ്രോഡക്ട്സ് ആണ്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഉപഭോക്താക്കൾക്കായി കുറഞ്ഞ വാർഷിക പ്രീമിയമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. കുറഞ്ഞ പ്രീമിയത്തിൽ ഉയർന്ന സംരക്ഷണം നൽകുന്ന പദ്ധതികളാണ് തപാൽ വകുപ്പ് അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളായ നിവാബൂപ്പ, സ്റ്റാർ ഹെൽത്ത്, ആദിത്യ ബിർള തുടങ്ങിയവയുമായി സഹകരിച്ചാണ് തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്കായി പ്രീമിയം കുറവുള്ള എന്നാൽ മെച്ചപ്പെട്ട ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പു നൽകുന്ന പദ്ധതികൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒറ്റത്തവണ 755 രൂപ അടച്ചാൽ 15 ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്നതുൾപ്പെടെയുള്ള 3 പുതിയ അപകട ഇൻഷുറൻസ് പദ്ധതികളുമായി തപാൽ വകുപ്പ്. കുറഞ്ഞ പ്രീമിയം തുകയിൽ കൂടുതൽ നേട്ടം നൽകുന്ന ഇൻഷുറൻസ് പദ്ധതികൾ വ്യാപകമാക്കുന്നതിൻ്റെ ഭാഗമായാണ് 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം എന്നിങ്ങനെ പരിരക്ഷ ഉറപ്പ് നൽകുന്ന അപകട ഇൻഷുറൻസ് പോളിസികൾ തപാൽ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. GAG അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്സിഡൻ്റൽ ഗാർഡ്, അതിനുവേണ്ടി ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ഹാവ് ടൈഡ് അപ്പ് വിത്ത് വേരിയസ് അതർ പാർട്ട്നേഴ്സ്. ഇപ്പോൾ അതിനകത്ത് നിവാബൂപ്പ, ആദിത്യ ബിർള, ടാറ്റ AG മുതലായ പല പാർട്ട്നേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. 555 അല്ലെങ്കിൽ 755-ൻ്റെ പ്ലാൻസ് എന്ന് പറയുന്നത് നിവാബൂപ്പയുടെ പ്ലാൻസ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ബേസിക്കലി പറയുന്നത് ഇത്ര രൂപയുടെ ഒരു വൺ ടൈം ഇയർലി സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതൊരു റേഞ്ച് ഓഫ് സം ഇൻഷുർഡാണ് നമുക്ക് തരുന്നത്. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 355-ൻ്റെ പോളിസി ആണെങ്കിൽ 5 lakhs സം ഇൻഷുർഡ് ആയിരിക്കും. അതേസമയം 555 ആണെങ്കിൽ 10 lakhs സം ഇൻഷുർഡ് ആയിരിക്കും. അതിൻ്റെ ഹയസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 755 ആണെങ്കിൽ നമുക്കൊരു 15 lakhs സം ഇൻഷുർഡാണ് നൽകുന്നത്. അപ്പോൾ ഇതിനകത്ത് ബേസിക് ആയിട്ട് എന്തെല്ലാമാണ് കവറേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻ കേസ് ഏറ്റവും ട്രാജിക് ആയിട്ടുള്ള എന്താണ് നമുക്ക് സംഭവിക്കുന്നതെങ്കിൽ ഈ ഒരു സം ഇൻഷുർഡ് കിട്ടും. അതല്ലാതെ തന്നെ ഇതിനകത്ത് പല സ്മോൾ കമ്പോണൻസ് നമ്മൾ കവർ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിവയുടെ 555 ആണ് അല്ലെങ്കിൽ 755 ആണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് തന്നെ നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ ക്യാഷ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ നമ്മളിപ്പോൾ ഇൻ കേസ് ഈ പോളിസി ഹോൾഡർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരുടെ കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു എമൗണ്ട് നൽകുന്നതാണ്. അപകട ഇൻഷുറൻസ് പദ്ധതിയാണെങ്കിലും എല്ലാ രോഗങ്ങൾക്കും ഇതുവഴി നിശ്ചിത പരിധിക്കുള്ളിൽ സഹായം ലഭിക്കും. പ്രസവത്തിനും ഈ പദ്ധതി വഴി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. 755 രൂപ ഒറ്റത്തവണ അടയ്ക്കുന്ന പദ്ധതിയിൽ പോളിസി ഉടമ മരിക്കുകയോ പൂർണ്ണമായോ ഭാഗികമായോ വൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ മുഴുവൻ തുകയായ 15 ലക്ഷം രൂപയും ലഭിക്കും. 355 രൂപയുടെ പോളിസിയിൽ 5 ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ലഭിക്കുക. 555 രൂപയുടെ പോളിസിയിൽ 10 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കും. പോളിസി ഉടമ മരിക്കുകയോ പൂർണ്ണമായ വൈകല്യം സംഭവിക്കുകയോ ചെയ്താലാണ് മുഴുവൻ തുകയും ലഭിക്കുക. GAG പ്രോഡക്ട്സിനകത്ത് തന്നെ ഇപ്പോൾ ആക്സിഡൻ്റൽ ഡെത്തിനോടൊപ്പം ഡിസബിലിറ്റിയും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഡിസബിലിറ്റിയാണ് നമുക്കിപ്പോൾ ആക്സിഡൻസ് മുഖേന ഉണ്ടാകുന്നത്. ഒന്നെന്ന് പറയുന്നത് പെർമനൻറ്റ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പാർഷ്യൽ ഡിസബിലിറ്റി. അപ്പോൾ 2 കേസസിലും അതിൻ്റെ ഒരു ഡിസബിലിറ്റിയുടെ എക്സ്റ്റെൻഡ് വെച്ചിട്ട് നമ്മൾ 100% വരെയുള്ള ക്ലെയിം ഈ പ്രോഡക്ട്സ് വഴി നമ്മൾ കൊടുക്കാറുണ്ട്. അപകടം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റായാൽ 1 ലക്ഷം രൂപ വരെയാണ് ക്ലെയിം. 15 ദിവസത്തിനുള്ള ആശുപത്രി വാസത്തിന് ദിവസേന 1000 രൂപ ലഭിക്കും. ICUവിന് 2000 രൂപയാണ് ദിവസേന ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഏതർ 555 അല്ലെങ്കിൽ 755-ൻ്റെ പ്ലാൻസ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതിനകത്ത് കുറേ അധികം ആഡഡ് ബെനിഫിറ്റ്സ് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 555-ൻ്റെ പ്ലാനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്കിപ്പോൾ ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആകും. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അത് നമ്മുടെ റൂമിനും അതിനോടൊപ്പം തന്നെ ICU ചാർജസും കവർ ആകും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 555-ൻ്റെ പ്ലാനിലാണെങ്കിൽ നമുക്ക് 500 പെർ ഡേ
ആണ് കവർ ആകുന്നത്. ബട്ട് ഇൻ കേസ് അത് 755 പ്ലാനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1000 rupees പെർ ഡേ ആണ് അത് കവർ ആകുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്നത് മാക്സിമം ഓഫ് 15 days ഫോർ ദ 1 year. ആ ഒരു 1 year സമയത്തേക്ക് നമ്മൾ മാക്സിമം 15 daysനാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. കൂടാതെ പോളിസി ഉടമയുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ 1 ലക്ഷം രൂപ വേറെയും ലഭിക്കും. ക്ലെയിമിനുള്ള അപേക്ഷ പോസ്റ്റ് ഓഫീസുകളിൽ സമർപ്പിച്ചാൽ മതി. സൗജന്യ മെഡിക്കൽ കൺസൾട്ടേഷൻ, വാർഷിക ആരോഗ്യ പരിശോധന, ആശ്രിതരായ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ, യോഗ്യരായ കുട്ടികളുടെ വിവാഹ ചെലവ്, 30,000 രൂപ വരെ ഔട്ട് പേഷ്യൻ്റ് ആനുകൂല്യങ്ങൾ എന്നിവയാണ് പോളിസിയുടെ മറ്റ് സവിശേഷതകൾ. പോളിസി എടുത്ത് 15 ദിവസം മുതലാണ് കവറേജ് ലഭിക്കുന്നത്. നേരത്തെയുള്ള രോഗങ്ങൾക്കുള്ള കവറേജ് 45 ദിവസം മുതലാണ്. ഇപ്പോൾ IPPBയും ആദിത്യ ആയിട്ട് ടൈപ്പുള്ള പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു ഇൻഷുറൻസ് സ്കീമാണ് എടുക്കുന്നതെങ്കിൽ OPDയും കവറാവും. OPD എന്ന് പറയുന്നത് ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള OPD. കാരണം ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഗ്രൂപ്പ് ആക്സിഡൻ്റൽ ഗാർഡ് ആയിട്ടാണ് നമ്മളിത് നൽകുന്നത്. അപ്പോൾ ആക്സിഡൻറ്റ് മുഖേന നമ്മളിപ്പോൾ OPD ട്രീറ്റ്മെൻറ്റിന് പോകുകയാണെങ്കിൽ ഒരു വർഷം മാക്സിമം 30,000 വരെയുള്ള ചാർജസ് നമ്മൾ റീംബേഴ്സ് ചെയ്ത് കൊടുക്കും. തപാൽ വകുപ്പിന്റെ കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് ഉപഭോക്താക്കൾക്കാണ് പോളിസിയിൽ ചേരാനാകുക. ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് തുറന്ന് പദ്ധതിയിൽ ചേരാം. 18 മുതൽ 65 വയസ്സ് വരെയുള്ള ആർക്കും സ്കീമിൽ ചേരാവുന്നതാണ്. ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. ആധാർ കാർഡ്, പാൻ കാർഡ് തുടങ്ങിയ തിരിച്ചറിയൽ രേഖകൾ നൽകി അക്കൗണ്ട് തുടങ്ങാം. പിന്നെ ആർക്കെല്ലാമാണ് ഇത് എടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏജ് ഗ്യാപ്പ് നമ്മൾ പറയുന്നത് മിനിമം ഏജ് എന്ന് പറയുന്നത് 18 years ആണ്. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 65 years വരെയാണ് ഈ ആക്സിഡൻ്റൽ പോളിസീസ് എല്ലാം കവർ ചെയ്യുന്നത്. ഇനിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് എടുക്കാൻ വേണ്ടി ഇന്ത്യയിൽ എവിടെയുള്ള IPPB ബ്രാഞ്ചസ് വഴിയും നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് IPPBയുടെ ഏജൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്ന പോസ്റ്റ്മാനോ അല്ലെങ്കിൽ മെയിൽ തരാൻ വരുന്ന ആരായാലും, അപ്പോൾ അവർ മുഖേന നമുക്ക് IPPB ബ്രാഞ്ച് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്യാതെ തന്നെ ഈ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ ആക്സിഡൻ്റൽ പോളിസീസ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഇൻഷുറൻസ് സ്കീമുകൾ എടുക്കുമ്പോൾ അതാത് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ, ഈ പറഞ്ഞിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽപ്പെട്ട ആശുപത്രികളിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ചികിത്സ തേടാൻ പറ്റുള്ളൂ, അതോ എവിടെയും ചെയ്യാമോ, ചികിത്സ തേടാമോ? അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് പാർട്ട്നേഴ്സുമായിട്ടാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസ്, അതിപ്പോൾ നിവയുടേതായാലും ബജാജിൻ്റെതായാലും ആദിത്യ ബിർലയുടേതൊക്കെ ആയാലും നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ വേണമോ അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചാർജസ് എല്ലാം നമ്മൾ റീഇംബേഴ്സ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ നൽകുന്നത്. പക്ഷേ ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ആദിത്യ ബിർലയുടെ പ്രോഡക്റ്റ് ഉണ്ട്. ആദിത്യ ബിർലയുടെ പ്രോഡക്റ്റിനകത്ത് മാത്രം അവർ കുറച്ച് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൾ ടുഗദർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ വേണോ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി പോളിസീസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു മെഡിക്കൽ ഹിസ്റ്ററി എല്ലാം നോക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ കേസസ് നോക്കുന്നില്ല. നമുക്കിപ്പോൾ IPPBയുടെ ഒരു പ്രീമിയം അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പതിവ് പോലെ ഇത്തവണയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് തപാലിലൂടെ വിഷു കൈനീട്ടം അയക്കാനുള്ള സൗകര്യം തപാൽ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 101 രൂപ, 201 രൂപ, 501 രൂപ, 1001 രൂപ എന്നിങ്ങനെയാണ് വിഷു കൈനീട്ടം അയക്കാൻ കഴിയുക. ഇതിന് യഥാക്രമം 19 രൂപയും 29 രൂപയും 39 രൂപയും 49 രൂപയും സർവീസ് ചാർജ് ഈടാക്കും. 2024 ഏപ്രിൽ 9 വരെ കേരളത്തിലേക്ക് വിഷു കൈനീട്ടം ബുക്ക് ചെയ്യാവുന്നതാണ്. കൈനീട്ടം അയക്കുവാനായി പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതിയാകും. ഡിപ്പാർട്ട്മെൻറ്റിന് ഈ വർഷവും വിഷു കൈനീട്ടം അയക്കുന്ന പദ്ധതിയുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതെ. ഇപ്പോൾ ഒരു കഴിഞ്ഞ 3 വർഷമായിട്ടാണ് കേരള പോസ്റ്റൽ സർക്കിൾ ഈ വിഷു കൈനീട്ടം എന്ന ഒരു പരിപാടി കൊണ്ടുവന്നത്. ഇപ്പോൾ പലർക്കും ഇപ്പോൾ എസ്പെഷ്യലി നമ്മളൊരു ഡിജിറ്റൽ ഇറയിൽ കൂടെ പോകുന്നത്, ഇപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ, ഡാർക്ക് പേ പോലുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ കാശ് അയക്കുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു കാലഘട്ടമാണ്. പക്ഷേ നമുക്കിപ്പോൾ പലർക്കും വിഷു എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ തന്നെയാണ്. അതിനോടൊപ്പം വിഷു കൈനീട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നൊസ്റ്റാൾജിയ ഉളവാക്കുന്ന ഒരു പ്രോസസ്സാണ്. റൈറ്റ്? ഇപ്പോൾ നമുക്ക് നമ്മുടെ മുത്തശ്ശിമാരോടോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നത്തെ ജനറേഷനോടോ എല്ലാം ചോദിച്ചാൽ ഒരു വിഷു കൈനീട്ടത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തവണയും വിഷു കൈനീട്ടം എന്നൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 101 രൂപ, 201, 501, 1001 രൂപയ്ക്ക് നമുക്ക് ഏതൊരു പോസ്റ്റ് ഓഫീസിൽ പോയും ബുക്ക് ചെയ്യാം. കേരളത്തിൽ എവിടെയും നമുക്കത് ഡെലിവർ ചെയ്യിക്കാം. അപ്പോൾ കേരളത്തിൽ എവിടെയും നമ്മൾ ഡെലിവർ ചെയ്യുമ്പോൾ അതൊരു സ്പെഷ്യലി ക്രിയേറ്റഡ് കാർഡിനകത്ത് ഒരു വിഷു ആശംസയോട് കൂടിയാണ് നമ്മളത് ഡെലിവർ ചെയ്യിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഫിസിക്കൽ നോട്ട് തന്നെ കിട്ടും. ഒരു പോസ്റ്റ്മാൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വുമൺ നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് പ്രിയപ്പെട്ട ആരോ ഒരാൾ അയച്ച ഒരു ഇത് നമുക്ക് കൊണ്ട് തരും. അപ്പോൾ ആ ഒരു ഓർമ്മ റീക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഇതിലൂടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. വിഷു കൈനീട്ടം കൈമാറാൻ ഇതല്ലെങ്കിൽ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ കുറഞ്ഞ പ്രീമിയത്തിൽ മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്ന പോളിസികൾ വളരെ കുറവാണ്.
അതുകൊണ്ട് ഈ അവസരം പരമാവധി വിനിയോഗിക്കുക. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് സാധാരണക്കാർക്ക് പ്രാപ്യമായ ഇൻഷുറൻസ് പദ്ധതികൾ അവതരിപ്പിച്ചു. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മളോട് രാഹുൽ സാറ് പങ്കുവച്ചത്. വളരെ നിസ്സാരമായ പൈസയ്ക്ക് 5 മുതൽ 15 ലക്ഷം രൂപയുടെ വരെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ് ഈ പദ്ധതികൾ ഓരോന്നും. ഇന്നത്തെ കാലത്ത് ജീവിതം വളരെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. ഒരു അപകടമോ ഒരു രോഗമോ ആർക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ആ സമയത്ത് നമ്മൾ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനെ പെടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ആകുന്ന സമയത്ത് നിസ്സാര പണം ചിലവാക്കി ഇങ്ങനെ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകുന്നത് തന്നെയാണ്. താങ്ക് യു വെരി മച്ച് സർ ഫോർ ഷെയറിംഗ് ദി ഇൻഫർമേഷൻ. താങ്ക് യു.